സുഹൃത്തുക്കളെ, നമ്മളിന്ന് നിൽക്കുന്നത് ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിലാണ്. നമ്മുടെ കേരളം മനോഹരമായ വീടുകൾ, ആഡംബര കാറുകൾ, തിളങ്ങുന്ന ഷോപ്പിംഗ് മാളുകൾ. പക്ഷേ ഈ കാണുന്ന പളപളപ്പിന് പിന്നിൽ അത്ര സുഖകരമല്ലാത്ത ഒരു സത്യമുണ്ട്. നമ്മൾ ഒരു വലിയ കുഴിയിലേക്കാണോ നടന്നു നീങ്ങുന്നത്? പണ്ട് 70കളിലും 80കളിലും ബിഷപ്പിന്റെ വിലയറിഞ്ഞ ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. കഞ്ഞിക്കലത്തിൽ അരി തിളയ്ക്കുന്നത് കാത്തുനിന്ന ആ കാലത്തു നിന്നാണ് മണലാരണ്യത്തിലെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ കൊട്ടാരങ്ങൾ പണിതുയർത്തിയത്. പക്ഷേ കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഒഴുകിയെത്തിയ കോടിക്കണക്കിന് രൂപ നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചത്? സമ്പാദ്യമാണോ അതോ വെറും ധൂർത്തോ? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ സത്യം ഇതാണ്: നമ്മുടെ പണം മുഴുവൻ ചത്ത കെട്ടിടങ്ങളിലാണ്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഫാഷൻ മാറിയെന്ന് പറഞ്ഞ് നല്ലൊരു വീട് പൊളിച്ചു കളഞ്ഞ് വലിയൊരു മണിമാളിക പണിയുന്ന മലയാളി ചിന്തിക്കുന്നില്ല ആ മണ്ണടിഞ്ഞു പോകുന്നത് തന്റെ വിയർപ്പാണെന്ന്. വഴി പോലുമില്ലാത്ത കുന്നിൻ മുകളിൽ പണിതുയർത്തിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഇന്ന് വാടകക്കാരില്ലാതെ ശവപ്പറമ്പുകൾ പോലെ കിടക്കുന്നു. ബിസിനസ്സിലോ ഉൽപാദനത്തിലോ നിക്ഷേപിക്കേണ്ട പണം നമ്മൾ സിമെന്റിലും മണലിലും തളച്ചിട്ടു. ചലിക്കുമ്പോഴാണ് സാമ്പത്തികം വളരുന്നത്. കെട്ടിടം പണിതു കഴിഞ്ഞാൽ ആ പണം അവിടെ നിശ്ചലമായി. ഇത് നമ്മളെ ഒരു വലിയ സാമ്പത്തിക കെണിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ. നമുക്ക് വേണ്ട അരിയും പച്ചക്കറിയും വസ്ത്രവും മരുന്നും എല്ലാം വരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. നമ്മൾ വെറുമൊരു കസ്റ്റമർ മാത്രമായി മാറി. പ്രൊഡക്ഷൻ എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിലില്ല. കാരണം ഇപ്പോഴാണ് MSME ലോണുകളൊക്കെ ഉദാരമാക്കുകയും ചെറുകിട യൂണിറ്റുകളൊക്കെ ഇന്ന് കൂടുതലായി വരികയും ചെയ്യുന്നു. ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ചൈനയെ പോലെയോ വിയറ്റ്നാമിനെ പോലെയോ ചെറിയ കാര്യങ്ങൾ പോലും സ്വന്തമായി നിർമ്മിക്കുവാൻ നമുക്കറിയൂ ഇല്ല. ഇനി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഗൾഫിൽ നിന്ന് പണം വരുന്നു നിന്നാൽ നമ്മുടെ അടുക്കളയിൽ തീ പുകയില്ല എന്നതാണ് പച്ചയായ സത്യം. പണം എങ്ങനെ ഉണ്ടാക്കാം എന്നതല്ല, എങ്ങനെ പൊടിക്കാമെന്നാണ് പുതിയ തലമുറ പഠിക്കുന്നത്. അധ്വാനത്തിന്റെ മഹത്വം മറന്ന് ആഡംബരത്തിനും ലഹരിക്ക് പിന്നാലെ പോകുന്ന യുവത്വം നമ്മുടെ നാടിന്റെ ഭാവിയെ ഇരുട്ടിലാക്കുന്നു. ഇനി ഇതിനേക്കാൾ ഭീകരമായ മറ്റൊരു വശം നോക്കാം. ലോകം ഇന്ന് അശാന്തിയിലാണ്. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ എപ്പോൾ വേണമെങ്കിലും അതിന്റെ മൂർധന്യാവസ്ഥയിലെത്താം. ഭരണാധികാരികൾ സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ തന്നെ അവിടെ മരിച്ചു വീഴുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്, നിഷ്കളങ്കരായ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. നേതാക്കൾക്ക് യുദ്ധം ഒരു തന്ത്രമാണെങ്കിൽ സാധാരണക്കാരന് അതൊരു തീരാ നഷ്ടമാണ്. റേഷൻ കടയിൽ അരി വാങ്ങാൻ നിൽക്കുന്നവന് എന്ത് യുദ്ധം? ഗൾഫിലെ ഒരു ചെറിയ അസ്ഥിരത മതി നമ്മുടെ വീടുകളിലെ വിളക്കുകൾ അണയുവാൻ. യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല. യുദ്ധം ചെയ്ത് പ്രശ്നപരിഹാരം നേടിയ ചരിത്രവുമില്ല. മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. ഓരോ യുദ്ധത്തിന്റെ പിന്നിലുള്ള കഴുകൻ കണ്ണുകളാണ് മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ വിനാശമായി തീരുന്നത്. ലക്ഷക്കണക്കിന് ജീവനുകൾ ബലി നൽകുന്നത്. ആഗോളതലത്തിൽ നടക്കുന്ന ഈ അധികാര വടംവലികൾ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് ഒടിക്കാൻ പോകുന്നതാണ്. സുഹൃത്തുക്കളെ, ഇത് വെറുമൊരു പേടിപ്പിക്കലല്ല, ഒരു മുന്നറിയിപ്പാണ്. ഇനിയും നമ്മൾ ഉണർന്നില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ പണിയാണ്. നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ധൂർത്ത് അവസാനിപ്പിക്കുക. കെട്ടിടങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് നിർത്തി ചെറിയ സംരംഭങ്ങളിലോ ഉൽപാദന മേഖലയിലോ പണം മുടക്കുക. കൃഷിയിലേക്ക് മടങ്ങുക. നമ്മുടെ മണ്ണിൽ നമുക്ക് വേണ്ടതുണ്ടാക്കുവാൻ ശ്രമിക്കാം. ടെറസിലായാലും വീട്ടുമുറ്റത്തായാലും ശരി ഒരു ചെറിയ തുടക്കം വളരെ അത്യാവശ്യമാണ്. മക്കൾക്ക് പണം മാത്രമല്ല, അധ്വാനത്തിന്റെ മൂല്യവും പകർന്നു നൽകുക. ജോലി ചെയ്യുവാനുള്ള കരുത്തുണ്ടാവുക. ഇന്ന് ഏതൊരു മനുഷ്യക്കും ഏതൊരാൾക്കും ഇതൊക്കെ ഒരു അഭിമാനമാണ്. ഇത് ഏതൊരാൾക്കും അഭിമാനമാണെന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താം. സമാധാനത്തിന് വേണ്ടി സംസാരിക്കുക. വിദ്വേഷവും യുദ്ധവുമല്ല, സഹകരണമാണ് ലോകത്തിന്റെ നിലനിൽപ്പെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പളപ്പളപ്പൊക്കെ ഗൾഫ് പണമെന്ന വലിയൊരു വിളക്കിന്റെ വെളിച്ചമാണ്. സ്വന്തമായി ഒരു മെഴുകുതിരി പോലും കത്തിക്കാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ആ വിളക്കണയുമ്പോൾ നമ്മൾ ഇരുട്ടിലാകും. കാലം മാറുകയാണ്. ആ മാറ്റം ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറെടുക്കണം. ഭയപ്പെടാനല്ല, ജാഗ്രത പാലിക്കാനാണ് ഈ വാക്കുകൾ. നന്ദി.